CUT UG എക്സാമിൻ്റെ 2025 നോട്ടിഫിക്കേഷൻസ് അപ്ഡേറ്റ്സ് ഒന്നും നിലവിൽ വന്നിട്ടില്ല. പക്ഷെ നമ്മൾ CUT ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ കൺവേ ചെയ്ത് വരികയാണ്. സോ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചൊരു കാര്യമാണ് എങ്ങനെയാണ് CUTയുടെ പാറ്റേൺ എന്നുള്ളത്. അതായത് എക്സാം പാറ്റേണും മോഡും എങ്ങനെയാണ് എന്നുള്ളതാണ് ഡൗട്ട്. നിങ്ങൾക്കറിയാം JEE എക്സാം എന്ന് പറയുന്നത് CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. നിങ്ങൾ ഒരു സെൻറ്ററിൽ പോയിട്ട് കമ്പ്യൂട്ടറിലാണ് നിങ്ങൾ പരീക്ഷ എഴുതുക. സമയം നീറ്റ് എക്സാം എന്ന് പറയുന്നത് ഓഫ്ലൈൻ എക്സാം ആണ്. അപ്പോൾ ക്യുവറ്റിൻ്റെ എക്സാം എങ്ങനെയാണെന്ന് കുറേ പേര് ഡൗട്ട് ചോദിച്ചിരുന്നു. സോ ക്യുവറ്റിൻ്റെ എക്സാം എന്ന് പറയുന്നത് ശരിക്കും ഒന്നെങ്കിൽ പെൻ പേപ്പർ മോഡായിരിക്കും അല്ലെങ്കിൽ CBT ആയിരിക്കും. രണ്ട് രീതിയിലാണ് CUT എക്സാംസ് നടത്താറുള്ളത്. സോ ജനറലി അത് നിങ്ങൾ കൊടുക്കുന്ന അതായത് ടെസ്റ്റിനനുസരിച്ചാണ്. ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കൻസ് ഉള്ള എക്സാമുകൾ മിക്കതും സാധാരണ കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ലാതെ ഓഫ്ലൈൻ ആയിട്ട് പെൻ പേപ്പർ മോഡിലാണ് നമ്മളൊരു എക്സാം സെൻറ്ററിൽ പോയിട്ട് OMR ഫില്ല് ചെയ്ത രീതിയിലായിരിക്കും ഉണ്ടാവുക. കുറച്ച് പേര് എഴുതുന്ന സബ്ജക്ട്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് മിക്കവാറും CBT മോഡും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് അവർ ചൂസ് ചെയ്യുക. മോർ ദ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് മോർ ദിസ് ചാൻസ് ഫോർ ഹൈബ്രിഡ് മോഡ്, അതായത് മോർ ഇസ് ചാൻസ് ഫോർ പെൻ പേപ്പർ മോഡ്. അങ്ങനെയാണ് നിങ്ങൾ വരേണ്ടത്. ഇപ്പോൾ നമ്മളിപ്പം ഫിസിക്സ്, കെമിസ്ട്രി, അല്ലെങ്കിൽ എക്കണോമിക്സ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഇതൊക്കെ ഒരുപാട് പേര്, മാത്സ്, ഇതൊക്കെ ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്ന സബ്ജക്റ്റുകളാണ്. അപ്പോൾ അതൊക്കെ മിക്കവാറും ഹൈബ്രിഡ് അല്ല, അതായത് ഈ പറഞ്ഞ പോലെ പെൻ പേപ്പർ മോഡിലായിരിക്കും നടത്താറുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഡൗട്ട് ഈസ് എലിജിബിലിറ്റി. അപ്പോൾ CUTയുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ 12ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ നിങ്ങൾ 12ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രൊക്യൂർ ചെയ്ത ഒരാളാണെങ്കിൽ, 12ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് CUTക്ക് അപ്ലൈ ചെയ്യാം. ദർ ഈസ് നോ അപ്പർ ഏജ് ലിമിറ്റ്. പക്ഷേ ചില കോഴ്സുകൾക്കൊക്കെ അവരുടെ യൂണിവേഴ്സിറ്റി, പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിൽ ഇന്ന ക്രൈറ്റീരിയ പറയാറുണ്ട്. അതിന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് CUT എക്സാം എഴുതാൻ പ്രോപ്പറായിട്ടൊരു ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല. നിങ്ങൾ 12ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുകയോ അത് 12ാം ക്ലാസ് പാസ്സായവരോ ആണെങ്കിൽ നിങ്ങൾക്ക് CUT എക്സാമിന് എഴുതാൻ സാധിക്കും. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് സിലബസ് ആണ്. സോ സിലബസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, CUT എക്സാമിന് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിൻ്റെ +2 പോർഷൻ മാത്രം പഠിച്ചാൽ മതിയാകും. മൊത്തം ഇപ്പോൾ നിങ്ങൾ ഫിസിക്സ് ചൂസ് ചെയ്യണം, ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഫിസിക്സ് ആണ് സബ്ജക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മൊത്തം 50 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഒരു ശരി ഉത്തരത്തിന് 5 മാർക്കും, തെറ്റാണെങ്കിൽ -1 മാർക്കുമായിരിക്കും CUTൻ്റെ ബേസിൽ നിങ്ങൾക്ക് കിട്ടുക. 50 ചോദ്യങ്ങളിൽ 40 ചോദ്യങ്ങൾ ഉത്തരം ചെയ്താൽ മതിയാകും. 10 ക്വസ്റ്റ്യൻസ് ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ മൊത്തം ഓവറോൾ 40 ക്വസ്റ്റ്യൻസ് ആണ് മാർക്കിന് വേണ്ടി അവർ പരിഗണിക്കുക. സോ 40 ചോദ്യങ്ങൾ, ഒരു ചോദ്യത്തിന് 5 മാർക്ക് എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ ടെസ്റ്റ് സ്കോറുകൾ വരിക. അതേപോലെ തന്നെ ഈ ഡ്യൂറേഷൻ അത് ശ്രദ്ധിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, എക്കണോമിക്സ് പോലുള്ള സബ്ജക്റ്റുകൾക്ക് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മൊത്തം 60 മിനിറ്റ്, 1 മണിക്കൂറാണ്. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് 40 ചോദ്യങ്ങൾ ചെയ്യാനുള്ള സമയമാണ് ശരിക്കും CUT അനുവദിക്കുന്നത്. ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്കെല്ലാം 45 മിനിറ്റാണ്, 50 ക്വസ്റ്റ്യൻസ് ഉള്ള സബ്ജക്റ്റുകൾക്കെല്ലാം. ജനറൽ ടെസ്റ്റ് ആണെങ്കിൽ മൊത്തം 60 ചോദ്യങ്ങളും അതിൽ 50 എണ്ണം അറ്റൻഡ് ചെയ്യണം. ആ ഒരു ക്രൈറ്റീരിയ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്ത ക്രൈറ്റീരിയ വരിക. അപ്പോൾ ഇവിടെ നിങ്ങളൊരു പരീക്ഷ എഴുതാൻ പോകുമ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷും എക്കണോമിക്സും ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷിനും എക്കണോമിക്സിൻ്റെയും ഡേറ്റുകൾ വരുന്ന ഡേറ്റിൽ മാത്രം നിങ്ങൾ പോയി പരീക്ഷ എഴുതിയാൽ മതിയാവും. ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതെല്ലാം പല ദിവസങ്ങളിലായിരിക്കും, പല ഷിഫ്റ്റുകളിലായിട്ടായിരിക്കും പരീക്ഷകൾ നടക്കുക. ചിലപ്പോൾ ഈ എക്സാം, അതായത് ഈ പറഞ്ഞ സബ്ജക്റ്റുകളെല്ലാം ഒരു ദിവസം തന്നെ കയറി വന്നെന്നും ഇരിക്കാം. പൊതുവെ 3 ഷിഫ്റ്റുകളായിട്ടാണ്, അതായത് രാവിലെ, പിന്നെ മിഡ്, അതായത് ഉച്ചയ്ക്ക് മുമ്പായിട്ടുള്ള സമയം, പിന്നെ ഉച്ച കഴിഞ്ഞുള്ള സമയം. ഈ 3 സമയങ്ങളിലായിട്ടാണ് ശരിക്കും സാധാരണ എക്സാം നടത്തുക. ഇപ്പം ഞാനിപ്പോൾ ഇംഗ്ലീഷും ഫിസിക്സും കെമിസ്ട്രിയും അപ്ലൈ ചെയ്ത ഒരാളാണെന്ന് വിചാരിക്കാം. സപ്പോസ് ഇംഗ്ലീഷും ഫിസിക്സും കെമിസ്ട്രിയും ഒരേ ഡേറ്റിൽ തന്നെയാണ് വന്നതെങ്കിൽ ഞാൻ ആ സിംഗിൾ ഡേയിൽ തന്നെ രാവിലെ ഏർലി മോർണിംഗ് എനിക്ക് ഇംഗ്ലീഷിൻ്റെ പരീക്ഷ കാണും, അതിനുശേഷം കെമിസ്ട്രിയുടെ പരീക്ഷ കാണും, ഉച്ചയ്ക്ക് ശേഷം ഫിസിക്സിൻ്റെ പരീക്ഷ കാണും. അപ്പം അങ്ങനെ മിക്കവാറും 3 ഷിഫ്റ്റുകൾ നടത്താറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ ഹോൾ ടിക്കറ്റിൽ നിങ്ങളുടെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണോ ആ സമയത്ത് മാത്രം നിങ്ങൾ പോയാൽ മതിയാവും. അപ്പം പരീക്ഷ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ തീർന്നിരിക്കാം. സബ്ജക്റ്റുകളുടെ എണ്ണം അനുസരിച്ച് ചിലപ്പോൾ 2 ദിവസം പരീക്ഷ ഉണ്ടാവാം, അല്ലെങ്കിൽ 3 ദിവസം ഉണ്ടാവാം. സോ മൊത്തം നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ചൂസ് ചെയ്തു. അപ്പോൾ 5 സബ്ജക്റ്റായി. മൊത്തം ഒരു മാക്സിമം ഓഫ് 6 ടെസ്റ്റ് പേപ്പറാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുക. കൂടെ ജനറൽ ടെസ്റ്റും വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ജനറൽ ടെസ്റ്റ് ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് ആണെങ്കിൽ ചില ക്രൈറ്റീരിയ ആയിട്ട് അവർ ജനറൽ ടെസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പം നേരത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ ശരിക്കും ക്യുവറ്റിന് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒന്ന് ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷും ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് വേണ്ടി പ്രിപ്പറേഷൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവാം. ചില കേസുകൾ ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് ആണെങ്കിൽ ഇംഗ്ലീഷ് നിർബന്ധമായതുകൊണ്ട് ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി ആ ഒരു കോമ്പിനേഷനിൽ വരും. അപ്പം PCMB മാത്രമായിട്ടുള്ളതും ഒരു ക്ലസ്റ്റർ ഉണ്ടാവാം. അതേപോലെ ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷും മാത്രമുള്ള ക്ലസ്റ്റർ ഉണ്ടാവാം. ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും ഇതും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ക്ലസ്റ്റർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ CUTൻ്റെ കോഴ്സസ് ഒക്കെ വരുമ്പോൾ, അതിൻ്റെ ക്രാഷ് കോഴ്സുകളൊക്കെ വരുമ്പോൾ ചൂസ് ചെയ്യാം.
അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു നമ്മൾ CUT-ൻ്റെ ക്രാഷസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ CUT-നെ കുറിച്ചുള്ള നമ്മൾ അക്കാഡമിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ഉടനെ തന്നെ വെയിറ്റ് ചെയ്യുക. വലിയൊരു അപ്ഡേറ്റ് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. നമ്മൾ CUT-മായി ബേസ് ചെയ്തിട്ടുള്ള ഒരു വൻ അപ്ഡേറ്റ് തന്നെ നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ ഉടനെ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, കൂടുതലായിട്ട് CUT-യെക്കുറിച്ച് അറിയാനും കോഴ്സുകളെക്കുറിച്ച് അറിയാനുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം ഉറപ്പായിട്ടും. സോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.